നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇതേതാ ഈ ഗസ്റ്റ്? ഏജൻസി വഴിയുള്ള ബുക്കിംഗാ. ID പ്രൂഫ് ഇവിടെ വരുമ്പോ വാങ്ങിച്ചാ പോലെ. മതി, കുഴപ്പമില്ല. പിന്നെ വിഷ്ണുട്ട് എല്ലാം ഓക്കെ അല്ലേ? എടോ, ഇയാളിത് എത്രാമത്തെ വട്ടം എന്നോട് ഈ ചോദിക്കുന്നേ? കേട്ടോ രോഹിത്തെ, അമ്മ അനിയത്തിമാരൊക്കെ ഗസ്റ്റ് ആയിട്ട് വരുന്നത് കേട്ടപ്പോ മുതല് സന്തോഷം കൊണ്ട് മതി മറന്ന അവസ്ഥയിലാണ് കക്ഷി. റൂമുകളൊക്കെ റെഡിയാണോ എന്ന് പലതവണ മെയ്ഡിനെ കൊണ്ട് ചെക്ക് ചെയ്യിപ്പിച്ചു. എന്നിട്ട് അതും പോരാഞ്ഞിട്ട് സ്വയം പോയിട്ട് അങ്ങോട്ട് ചെക്ക് ചെയ്തു. ബെഡ്ഷീറ്റും പില്ലോ കവറും ഫ്രഷ് ആണെന്ന് ഉറപ്പും വരുത്തി. അത് മാത്രല്ല, റൂം ഫ്രഷ്നർ, ബാത്റൂമിലെ ടവല്, പേസ്റ്റ് എല്ലാം മാറ്റി. എന്നിട്ട് സ്റ്റാഫിന് വരെ സമാധാനം കൊടുക്കുന്നുണ്ടോ? അതുമില്ല. ഓ ശരിയാ വിഷ്ണുവേട്ടാ, അവരൊക്കെ വരുന്നു പറഞ്ഞപ്പോഴുള്ള സന്തോഷവും ആവേശവും ഒന്നും ഇതുവരെ അണഞ്ഞിട്ടില്ല. അവര് വന്നും തോന്നുന്നു. ഇതും കുറച്ചേരായിട്ടുണ്ട്. മോളെ, അമ്മേ, വാ മടി, വാ അമ്മേ. ശാരദാമേ, എനിക്കറിയായിരുന്നു അമ്മേ, എന്നെങ്കിലും ഇതുപോലൊരു ദിവസം വരുമായിരുന്നു. പക്ഷെ അതിത്ര പെട്ടെന്നാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല ശാരികേച്ചി. മോളെ, അതെ അതെ അതെ, ഈ കണ്ണീരൊക്കെ എന്തിനാ? എടോ, ചിരിക്കുകയും സന്തോഷിക്കുകയൊക്കെ ചെയ്യേണ്ട സമയമല്ലേ ഇത്? അല്ല, ശാലിനിയുടെ അച്ഛൻ വരില്ലേ ശാരദാമ്മ? അച്ഛൻ രാവിലെ അമ്പലത്തിലേക്ക് വരും മോനെ. അല്ല, ഇപ്പൊ രാജി സാറ് അമ്മയും അമ്മാവനും കൂട്ടി രാവിലെ ഇങ്ങെത്തും. അമ്മേ വാ, റൂമൊക്കെ റെഡിയാക്കി ഇട്ടിരിക്കുക. അമ്മയ്ക്കും ശാരികേച്ചിക്കും വിഷ്ണുട്ടന്റെ ഹോട്ടല് കാണണ്ടേ? പിന്നെ വേണം, വാ വാ. ബ്രോ പറഞ്ഞ ശരിയാ ബ്രോ. ഉത്സാഹം കൊണ്ട് കണ്ണു കാണാൻ വയ്യാത്ത അവസ്ഥയല്ല ശാലിനി. ഈ ഹോട്ടൽ കാണാനെന്ന് പറഞ്ഞ് 4 പേരും പെട്ടെന്ന് കയറി പോയത് എന്തിനാന്നറിയോ? അവർക്ക് ഒരുപാട് കഥ പറയാനുണ്ട്, ഒരു മഴ പെയ്ത് തോരാനുണ്ട്. ഇനിയിപ്പോ എത്ര അകലം പാലിച്ചാലും അവര് 4 പേരും ഒന്നാണ് രോഹിത്തെ. ഞാൻ അവിടെ നിന്ന് പോയിട്ട് വരാം. ശരി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.